എങ്ങനെ ഉണ്ടായിരുന്നു ഇങ്ങനെ സബ്ജക്ട് കേട്ട സമയത്ത് ഫസ്റ്റ് മൈൻഡ് വന്നത്? അപ്പം ഇതിന്റെ ഇന്റർവ്യൂലായ സമയത്ത് എന്റെ ഫ്രണ്ട് എന്നോട് ചോദിച്ചു, അതായത് ഇപ്പം അളിയ നിനക്കിപ്പം ഇതേപോലെ അവസരം കിട്ടുവാണ് ട്രാവൽ ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ ഇതിന്റെ സ്ഥാനത്തേക്ക് നിനക്ക് പോകാനായിട്ട് എന്തായിരിക്കും ചേഞ്ച് ചെയ്യുക? പെട്ടെന്ന് എനിക്കത് സ്ട്രൈക്ക് ചെയ്തു, അങ്ങനെ ഒരു ചേഞ്ച് ചെയ്യാനായിട്ട് ഒരു അവസരം കിട്ടുവാണ് എന്തായിരിക്കും. അപ്പോൾ ഒരു നമ്മളെ ആ ഒരു ടൈം ലൂപ്പിൽ കൊണ്ടുവന്ന ഒരു പ്രോജക്റ്റ് വരുന്ന ഒരു വേറൊരു ഫീലിംഗ് ആയിരുന്നു, പഴയ നൊസ്റ്റാൾജിക്ക്. എങ്ങനെ ഈ പ്രോജക്റ്റ് കേട്ട സമയത്ത് എന്തൊക്കെയായിരുന്നു? ആദ്യമേ പറയാൻ ചേച്ചി എൻ്റെ വളരെ അടുത്തൊരു സുഹൃത്താണ്. അപ്പോൾ ഇത് ആ ഒരു ടീമിൻ്റെ കൂടെ എൻ്റെ രണ്ടാമത്തെ പടമാണ്. NFDCയുടെ പ്രൊഡക്ഷനിൽ തന്നെയുള്ള കേശു നാഷണൽ അവാർഡ് കിട്ടിയ പടം. കുറേ വർഷങ്ങൾക്ക് മുമ്പേ സഞ്ജീവേട്ടൻ ഡയറക്റ്റ് ചെയ്ത സിനിമയിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ദീപ്തി ചേച്ചി ഡയറക്റ്റ് ചെയ്യണ ഈ സിനിമ പ്ലാൻ ചെയ്തപ്പോഴത്തേക്ക് എൻ്റെ അടുത്ത് പറഞ്ഞു, ഞങ്ങളിങ്ങനെ ഒരു സിനിമ പ്ലാൻ ചെയ്യുന്നുണ്ട്, കഥ കേൾക്കുക എന്ന് പറഞ്ഞു. ഞാൻ എന്നിട്ട് വീട്ടിൽ ഞങ്ങൾ ദീപ്തി ചേച്ചിയുടെ വീട്ടിലിരുന്നിട്ട് ഇവരെനിക്ക് കഥ പറയാണ്. എനിക്ക് കഥ പറഞ്ഞപ്പോൾ എനിക്ക് രണ്ടാമതൊരു നിമിഷം ആലോചിക്കേണ്ടി വന്നില്ല. ദീപ്തി ചേച്ചി പറഞ്ഞതുപോലെ ഞാനൊരു അമ്മയാണ്, എനിക്കൊരു കുട്ടിയുണ്ട്. അപ്പോൾ അത് കഥ തുടങ്ങുന്നത് തന്നെ ഞങ്ങൾ ശരിക്കും അത് കഥ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ഞങ്ങൾ ചിരിക്കുകയായിരുന്നു. കാര്യം എനിക്കത് കണക്ട് ചെയ്യാൻ പറ്റും. ഇതൊക്കെ തന്നെയാണ് എൻ്റെ വീട്ടിലും എൻ്റെ ചുറ്റിലുള്ള വീട്ടിലും ഒക്കെ നടക്കുന്നത് ഇതാണ്. അപ്പൊ അങ്ങനെയാണ് പോകുന്നത്. അപ്പൊ ആ കഥ തുടങ്ങുന്നത് തന്നെ നമുക്കിങ്ങനെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കുറേ കാര്യങ്ങളിലൂടെയാണ് പോകുന്നത്. ഈ പറഞ്ഞ 80s ആ ഒരു 80s ജനിച്ചിട്ടുള്ള ഈ ഒരു കാലഘട്ടത്തിൽ ജനിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ. അപ്പൊ ഈ കഥയിൽ പറയുന്ന ആ കാലഘട്ടം എനിക്ക് കൃത്യമായിട്ട് അറിയാം. ഇപ്പോഴത്തെ കുട്ടികളുടെ ഇപ്പൊ കടന്നു പോകുന്നത് എനിക്കതുകൊണ്ട് ഭയങ്കര എളുപ്പമായിരുന്നു അത് കണക്ട് ചെയ്യാൻ. പിന്നെ ടൈം ട്രാവൽ അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. നമുക്കൊരിക്കലും അതിലേക്ക് ട്രാവൽ ചെയ്ത് പോകാൻ പറ്റില്ല അല്ലേ. പക്ഷേ ഞാൻ എപ്പോഴും എനിക്കിഷ്ടമാണ് ഇത്തരത്തിലുള്ള സിനിമകൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കഥകളൊക്കെ വായിക്കാനും. അപ്പോൾ എനിക്കിത് കേൾക്കുമ്പോൾ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത് ഇപ്പോഴത്തെ ഒരു കാലഘട്ടം, അതും രണ്ട് കാലഘട്ടത്തിലെ രണ്ട് കുട്ടികൾ. പിന്നെ അതിലൊരു മോറലുണ്ട്, നമ്മളത് പറയാൻ ശ്രമിക്കുന്നത് തന്നെ. ഇന്നത്തെ കുട്ടികളിൽ ഒരുപാട് നന്മയുണ്ട്, പഴയ കാലഘട്ടത്തിലുള്ളവരിലും ഒരുപാട് നന്മയുണ്ട്. ആ ഒരു സാഹചര്യം മാറുന്നതിനനുസരിച്ച് ഒരുപാട് മാറ്റങ്ങൾ വരും. അപ്പൊ ഇതില് പറഞ്ഞു പോകുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. എത്രയൊക്കെ ആയാലും നമ്മൾ ചില മൂല്യങ്ങളെ മുതിർന്നവരും മുറുകെ പിടിക്കുകയും കുട്ടികൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾക്കും എപ്പോഴും ആ ഒരു വാല്യൂ കൊടുക്കണം. അതിനനുസരിച്ച് വേണം ഇത് എല്ലാം എല്ലാവരും ചേർന്ന് ഒരുമിച്ച് പോകുമ്പോൾ മാത്രമാണ് ഒരു കുടുംബം നന്നായിട്ട് പോകുന്നത് എന്ന് പറയുന്ന കുറേ അധികം നല്ല മൂല്യങ്ങൾ എടുത്തു പറയാന്നുള്ള ഈ ഒരു വളരെ കുറച്ച് സിനിമകൾ മാത്രമാണ് ഈ ഒരു കാലഘട്ടത്തിൽ അങ്ങനെ വരുന്നത്. അപ്പൊ അങ്ങനത്തെ ഒരു സിനിമയുടെ ഭാഗമാവാൻ പറ്റുന്നതെന്ന് പറയുന്നത് എനിക്ക് വളരെ വലിയ സന്തോഷമായിരുന്നു. പിന്നെ ഏറ്റവും എടുത്തു പറയേണ്ടത് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ അപ്പുവിന്റെ ഒരു പെർഫോമൻസ് തന്നെയാണ്. ഞാൻ ഈ സിനിമ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ആ സിനിമയുടെ ഞങ്ങൾ അഭിനയിക്കുന്ന അത്രയും സമയത്തിന് എനിക്കൊരു വേറൊരാളായിട്ട് എനിക്ക് തോന്നിയിട്ടേ ഇല്ല. അപ്പോൾ എനിക്ക് ശരിക്കും എൻ്റെ മകൻ്റെ പേരും അപ്പു എന്നാണ് വിളിക്കുക. അപ്പൊ അതുകൊണ്ട് തന്നെ അതൊക്കെ എനിക്ക് ആ ഒരു തുടക്കത്തിലെ കണക്ഷൻ. അപ്പൊ ഞങ്ങൾക്കിടയിൽ ഒരു അമ്മ മകൻ അങ്ങനത്തെ ഒരു ബന്ധമുണ്ട്, ആ ഒരു സ്നേഹബന്ധമുണ്ട്. അപ്പൊ ചേച്ചി എന്നെ പൂർണ്ണമായിട്ടും അങ്ങ് ഏൽപ്പിച്ചു, ഇനി മുതൽ മോനാണ് നോക്കിക്കോ എന്ന് പറഞ്ഞു. അപ്പൊ അത് ശരിക്കും ഒരുപാട് എടുത്ത് സഹായിച്ചു എന്ന് പറയാം. പിന്നെ ഓരോ മോന്റെ പെർഫോമൻസും എനിക്ക് കാണുമ്പോഴും എനിക്ക് വളരെയധികം എനിക്ക് സന്തോഷം തോന്നി. ഓരോ ദിവസവും അവൻ്റെ ഒരു ട്രാൻസ്ഫോർമേഷൻ രണ്ട് ക്യാരക്ടറിലും മാറിയിട്ടുള്ളത്. പിന്നെ ഏറ്റവും സന്തോഷം ഒരു ചിൽഡ്രൻസ് മൂവി, അതൊരു ചെറിയ കാര്യമല്ല, അതൊരു നല്ലൊരു മെസ്സേജ് കൺവേ ചെയ്യുന്ന തരത്തിലുള്ള ഈ ഒരു മൂവി എന്ന് പറയുന്ന ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന, അവരെ കണക്ട് ചെയ്യുന്ന തരത്തിലുള്ള ഒരു മൂവി. അപ്പം അതൊക്കെ വളരെ നല്ല രീതിയിൽ ദീപ്തി ചേച്ചി അത് ഗംഭീരമായിട്ട് ചെയ്തു എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ നിങ്ങളെല്ലാവരും തീർച്ചയായിട്ടും ഒന്ന് അക്സെപ്റ്റ് ചെയ്യണം.